ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി വിഷം ചേർക്കാതെ അകത്താക്കാനുള്ള പരിപാടിയാണ് ഞാൻ തരുന്നത്. ചട്ടി വേണോ? ചട്ടി, ചുമന്ന ചട്ടി, കറുത്ത ചട്ടി, അങ്ങനെ പല ചട്ടി. അന്നമ്മ ചട്ടിയായിട്ട് ഇറങ്ങിയെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മുടെ ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ, നമ്മൾ നിന്നുണ്ടാക്കിയ ചട്ടിയാണ്. കൂടാതെ നമ്മൾ കുറേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചട്ടി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് പറഞ്ഞോളാൻ. കുറേ പേര്, എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 150 പേര് ഓർഡർ തന്നു. സത്യത്തിൽ ഇത് കറുത്ത ചട്ടിയല്ല, ഈ നിറമുള്ള ചട്ടിയാണ്. ഇത് മയക്കി ഇത് 3, 4, 5 ദിവസമായിട്ട് ഇപ്പോൾ പല രീതിയിൽ മയക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് നമ്മൾ ഇതുപോലെ മയക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല. മാത്രമല്ല ഇപ്പോൾ വ്യാപകമായിട്ട് ഉണ്ടാക്കുന്നത് മെഷീനിൽ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഇതുപോലെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നവർ വളരെ കുറവാണ്. അതിൽ മണ്ണ് കുഴയ്ക്കുമ്പോൾ മുതൽ മോൾഡിൽ നിന്ന് എടുത്ത് കഴുകുന്ന വരെ ഫുൾ ഓഫ് കെമിക്കൽസാണ്. നിങ്ങൾ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ വെറുതെ വളവളാന്ന് പറയുന്നതല്ല. അപ്പം നമ്മൾ ആകെ ഇത്തിരി ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒത്തിരി അസുഖങ്ങളിലേക്ക് വളം വെക്കാതെ നല്ല കിട്ടാവുന്നിടത്തോളം മേടിച്ചു വെക്കുക. കാരണം ഇവരുടെയൊക്കെ കൈത്തൊഴിൽ 90 പേരുണ്ടായിരുന്ന കോളനിയിൽ ഇനി ഒരു 3 കുടുംബമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള ചട്ടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. മെഷീൻ ചട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? നമ്മൾ ഗ്യാസിലോ അടുപ്പിലോ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ അത് പൊട്ടിപ്പോവും, വിണ്ടു പോകും. അതിൻ്റെ പോളിഷിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് വരെ കെമിക്കലാണ്. ഇത് നമ്മുടെ വെറും കളിമണ്ണ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അവരുടെ കണ്ണീരും അധ്വാനത്തിൻ്റെ വേർപ്പും ഒക്കെ. അപ്പം നമ്മൾ സാധാരണ ചട്ടികളൊക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കൂമ്പാരം പോലെ എല്ലാവരുടെ സൈസിനനുസരിച്ച് ഒത്തിരി സൈസ് ഷേപ്പും അനുസരിച്ച് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നും കാറ്റലോഗിൽ ഇതുവരെ പെടുത്തിയിട്ടില്ല, ഓരോന്നും ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം മയക്കൽ നടത്തി വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഉടനെ നമ്മുടെ ചട്ടി സാധാരണ വെള്ളത്തിൽ കഴുകും. ഓക്കെ, നമ്മളുടെ മയക്കൽ സ്പെഷ്യലാണ്, അത് നിങ്ങൾ കണ്ടോളൂ. നേരിട്ട് കാണിച്ചിട്ട് ചെയ്യുന്നത് മയക്കി നിറച്ച് വെള്ളം വെക്കും. അപ്പോൾ എന്ത് വന്നാലും ഈ ചട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് മണ്ണിൽ ചവിട്ടിയും കുഴച്ചും അടുപ്പിൽ വെച്ചിട്ടും ഒക്കെയാണല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് ക്ലെൻസ് ചെയ്യാണ്, ക്ലീൻ ആക്കി എടുക്കുകയാണ്. കഴുകിയാൽ പോരാ, മൺചട്ടിയിൽ സോപ്പ് തൊടാൻ പാടില്ലല്ലോ. അതിനാണ് ഈ പരിപാടി. നല്ല 1-ാം തരം നാരങ്ങ ഇട്ട് ഫുള്ള് തിളപ്പിക്കുകയാണ്. ഓക്കെ, ഫുള്ള് തിളപ്പിച്ച് വറ്റിക്കും. അപ്പോൾ ഈ ചട്ടി ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്ത് കിട്ടും. എന്തെങ്കിലും അഴുക്കുകളോ പാടുകളോ കുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളെല്ലാം നിങ്ങൾക്ക് തരുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് ഫുള്ള് ഈ വെള്ളം വറ്റണ വരെ ഈ നാരങ്ങ ഇട്ട് തിളപ്പിക്കും. അപ്പോൾ ആ വെള്ളം വറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഫില്ല് ചെയ്യും. വീണ്ടും വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ചായപ്പൊടി, ശരിക്കും ഉപയോഗിച്ച ചായപ്പൊടി മതി, പക്ഷെ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഇത്രയും ഉപയോഗിച്ച ചായപ്പൊടി എവിടുന്ന നമ്മൾ ഹോൾസെയിലിൽ നിന്ന് ചായപ്പൊടി മേടിച്ചിട്ട് ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് വീണ്ടും വറ്റിക്കും. അപ്പോൾ 2 തവണ വറ്റിച്ചു എന്ന് ഓർക്കണം കേട്ടോ നിങ്ങൾ. ഇതിപ്പോൾ ഈ മയക്കണത് ഒരു ദിവസത്തെ ഫുൾ പരിപാടിയാണ്. പലർക്കും ഈ കുഞ്ഞ് ഗ്യാസിൽ നമ്മളൊരു ദിവസം ഈ ചട്ടി മയക്കി വരുമ്പോൾ ഒരു കുറ്റി പോകും. ഒരു കുറ്റി ഗ്യാസിന് ഏകദേശം എത്ര രൂപയാവും നിങ്ങൾക്കറിയില്ല, 1000-ന് മുകളിലാവും. അപ്പോൾ ഈ അടുപ്പിലാണ് എപ്പോഴും ചട്ടി മയക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ചട്ടി നിങ്ങൾക്ക് തരുമ്പോൾ മയക്കി തന്നെ അങ്ങ് തന്നേക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലരും പറയുന്നുണ്ട്, ആരോ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അന്നമ്മയുടെ ചട്ടിക്ക് ഭയങ്കര വിലയാണ്, പുറത്ത് 180 രൂപയ്ക്ക് കിട്ടുന്നത്. ശരിയാണ് പൊന്നു സഹോദരി, 180 രൂപയ്ക്ക് കിട്ടും. 180 രൂപയ്ക്ക് ഞാൻ ചട്ടി തരാം. ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങുമോ? അല്ലെങ്കിൽ 180 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ചട്ടി നിങ്ങൾ പൊട്ടാതെ ഈ പറയുന്ന കേരളം മൊത്തം എത്തിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം എത്തിക്കുമോ? നമുക്ക് ചട്ടിക്കല്ല വില. ചട്ടിക്ക് മാക്സിമം 300 രൂപ താഴെ വരുന്നുള്ളൂ, അങ്ങേറ്റം വലിയ ചട്ടിക്ക്. ഇതിൻ്റെ പാക്കിംഗ് ചാർജ് ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. ഈ ഒരു സാധനം പാക്ക് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. 4 ചവിട്ടിയാൽ പോലും അത് പൊട്ടത്തില്ല. ഇത്രയും വിലയുള്ള ചട്ടി, ഇത്രയും എഫേർട്ട് എടുത്ത ചട്ടി നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ പൊട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കാശ് അല്ല, അന്നമ്മയുടെ കാശാണല്ലോ പോകുന്നത്. കാശ് പോകുന്നത് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച് നോക്കിയിരുമ്പോൾ പൊട്ടിയ കുറേ കഷ്ടങ്ങൾ അപ്പോൾ ആണ് കിട്ടുന്നതിനുള്ളൊരു അവസ്ഥ ആലോചിക്കുക. അപ്പം നമ്മളിതിൽ ചട്ടി പെർഫെക്റ്റായിട്ട് നമ്മൾ മൺപാത്രക്കാരുണ്ടാക്കുന്നവരുടെ നിന്ന് നേരിട്ട് നമ്മൾ പോയി മേടിച്ചു, നമ്മൾ നിന്നുണ്ടാക്കിച്ചു ചട്ടിയാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾക്ക് 1, 2, 3 ദിവസത്തെ പണി, മെനക്കേട്, ഗ്യാസ് മൊത്തം പോവും, നിങ്ങളുടെ മെനക്കേട്. ആ സാധനമാണ് ഞാനിതിൽ നിന്ന് ഫുൾ ടൈം നിന്ന് മയക്കുന്നത്. മയക്കി എണ്ണ തേച്ച് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത്, നേരിട്ട് അടുപ്പിൽ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1, 2 വീട്ടിൽ വല്ലപ്പോഴും നമ്മൾ മയക്കല്ലേ ചെയ്യണത്. അതുകൊണ്ട് അതെനിക്ക് ഒരു ബുദ്ധിമുട്ടുമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം പാചകം കഴിയുമ്പം അടുപ്പിലോട്ട് അത് അങ്ങോട്ട് വെക്കും, 1, 2, 3 ദിവസം കൊണ്ട് അതങ്ങോട്ട് മയക്കി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ആദ്യം നാരങ്ങ ഒഴിച്ച് വെള്ളം വറ്റിച്ചെടുത്തു, കത്തിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറച്ചിട്ട് നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുത്തു. എന്നിട്ട് അത് എന്താ ചെയ്യണത്, ചാരം ഉപയോഗിച്ച് ഒരിക്കലും, എൻ്റെ ചട്ടി മേടിച്ചാലും മേടിച്ചില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ടോ മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ മൺചട്ടി കഴുകരുത്. കാരണം ഓരോ മൺചട്ടിയുടെ ഉള്ളിലും ചെറിയ സുഷിരങ്ങളുണ്ട് നമുക്ക് കാണാത്തത്. ഈ സോപ്പൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ, സ്ഥിരം ഒന്ന് ഉപയോഗിച്ചാൽ നമ്മൾ കയറിപ്പോവും. ഈ മീൻ ചട്ടി വേറെ പച്ചക്കറി വെക്കാനും അല്ലെങ്കിൽ ഇറച്ചിച്ചട്ടി പച്ചക്കറി വെക്കാനും ഉപയോഗിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ വെയിലത്ത് ഉണക്കി സെറ്റാക്കി കേട്ടോ. ഇനിയാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട്
കുറച്ച് എണ്ണ ഒഴിച്ചു. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച്. എടി വാഴക്കൈ എവിടെ ബിന്ദു എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. വേണ്ട, കൈ കൊണ്ടാക്കാം. അല്ല, അതെന്താ ഈ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ കൈ കൊണ്ടാക്കാൻ പറ്റില്ല, വാഴക്കൈ തന്നെ വേണം. എന്നിട്ട് ഇതാ എണ്ണ മൊത്തമായിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇത് നേരെ കൊണ്ടുപോയി വീണ്ടും അടുപ്പിലോട്ട് വെക്കുക. ഒന്ന് ചൂടായി കിട്ടിയ സെറ്റായി. ഈ ചട്ടിയൊക്കെ നമ്മൾ കഴുകി ഉള്ളിൽ എണ്ണ പരട്ടിയിട്ട് കമത്തി വെച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ആ കമത്തി വെച്ച ചട്ടി ഉള്ളിലെ എണ്ണ മൊത്തം വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു. അത് കഴിഞ്ഞ് കണ്ടോ, നല്ല പെരുത്ത ചൂടുണ്ട്. എണ്ണ കണ്ടോ അവിടെ എവിടെയായിട്ട് കുറച്ചിരിക്കുന്നുണ്ട്, ഉള്ളിലേക്ക് മാക്സിമം വലിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതാ നമ്മുടെ മരച്ചക്കിലായിട്ട് എണ്ണ ഒഴിച്ചു. ഇത് ഫൈനൽ ടച്ചാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ വീട്ടിൽ ഒരിക്കലും ചെയ്യത്തില്ല. 350 രൂപയുടെ എണ്ണ വെച്ചിട്ടാണ് ഇവിടെ ചട്ടി മയക്കൽ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഫൈനൽ ടച്ച് ഉണ്ടോ. നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, ആവശ്യമില്ല. നേരെ ജസ്റ്റ് ഒന്ന് കഴുകുക, അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുക. മയക്കണ്ടാത്ത ചട്ടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ സെർവിങ് ബൗളാണ്. നമുക്കത് എന്താ പറയുക, കൊണ്ട് വിളമ്പി കറികളൊക്കെ വെക്കാൻ. ഇത് മയക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് ഞാൻ തേച്ച് കഴുകി റെഡിയാക്കിയതാണ്. അതുപോലെ നമുക്ക് അത്യാവശ്യം രസം ഒഴിച്ച് വെക്കാം, മൂരൊഴിച്ച് വെക്കാം, വെള്ളം എടുത്ത് കുടിക്കാം. ചെറിയ കുഞ്ഞ് മൊന്തയോ ലോട്ടയോ കുഞ്ഞ് കൂച്ച എന്ത് വേണമെങ്കിൽ പറയാം. ഇതൊന്നും മയക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞു ചുമന്ന ചട്ടിയും കറുത്ത ചട്ടിയും പറഞ്ഞു അല്ലേ. ചുമന്ന ചട്ടി നമ്മൾ മയക്കിയപ്പോൾ അത്യാവശ്യം എൻ്റെ അടിഭാഗമൊക്കെ കറുത്തു, ഉള്ളിൽ കുറച്ചിങ്ങനെ കറുത്തു വന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കണ്ടോ, ഇത് 10 ഇഞ്ചിൻ്റെ മീൻ ചട്ടിയാണ്. കനം സെയിമാണ്, സൈസും ചെറുതാണ്. ഇത് കണ്ടോ, ഇത് കറുപ്പെന്ന് പറയണമെങ്കിൽ നമ്മൾ കറുപ്പിച്ചതല്ല. നമ്മൾ ആദ്യം മണ്ണ് കുഴച്ച് ചട്ടിയാക്കിയിട്ട് ഉണങ്ങി അത് ചൂളയിൽ വെച്ച് 3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എന്താവും, 3-4 എത്രയോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ചുമന്ന ചട്ടിയാവും. അതേ ചട്ടി തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവരൊന്ന് കൂളായിട്ട് വലിയൊരു ചൂളയിലേക്ക് മാറ്റി വീണ്ടും 3-4 ദിവസം വീണ്ടും ഫുള്ളിട്ട് പുകയ്ക്കുകയും തീ കത്തിക്കുകയാണ്. അപ്പം ഡബിൾ ഫയർ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കറുത്ത ചട്ടിയാവുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഓക്സൈഡ് ചേർക്കുകയോ കറുത്ത ആവുകയല്ല. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ, അങ്ങ് പൊട്ടിച്ചാൽ ഞാൻ പൊട്ടിക്കാനില്ല കേട്ടോ, പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ ഓരോ ലെയറും എന്തായിരിക്കും, ബ്ലാക്ക് ആയിരിക്കും. ഈ ചട്ടിക്ക് ബലം കൂടുതലായിരിക്കും, ലൈഫും കൂടുതലായിരിക്കും. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമില്ല, കാരണം എല്ലാം മണ്ണ് ചട്ടിയാണ്. നമ്മൾ വെറുതെ ഇല്ലാത്ത പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ ഇതാണ് കറുത്ത ചട്ടി. അപ്പോൾ ചുമന്ന ചട്ടിയും കറുത്ത ചട്ടിയും തമ്മിൽ വില വ്യത്യാസം വരാനുള്ള കാരണം എന്താണ്, അതാണ്. ആദ്യത്തെ ദിവസം അന്നമ്മ നല്ല മിനിങ്ങി ജിൽന്ന് വന്നു അല്ലേ, ചട്ടിയുടെ കാര്യം പറയാൻ. ഇന്നലെ വന്നപ്പോൾ അത്യാവശ്യം മയക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, വലിയ ജില്ലൊന്നുമില്ല. രാത്രി ആയപ്പോഴത്തേന് സംഭവം പോയി. ഇന്നായപ്പോൾ ഒറിജിനൽ അമ്മയുടെ കൂറവേഷമാണ്. കാരണം ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ആകെ ഇപ്പോൾ 150 ചട്ടിയെ മയക്കിയിട്ടുള്ളൂ. ഇതാ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി ഒരു 10-11 മണിയോടുകൂടി സംഭവം തീരും. അപ്പോൾ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. ഗ്യാസിൽ എങ്ങനെ മയക്കാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്യാസിൽ മയക്കണമുള്ള കാര്യം ഉള്ള പോലെ പറയാലോ, ഗ്യാസിൽ മയക്കാൻ ഒരിക്കലും ഈ ഒരു പെർഫെക്ഷൻ നമ്മൾ കിട്ടില്ല. ഈ അടുപ്പിൽ വെച്ചിട്ട് മയക്കി നല്ല ഹാർഡൻ ആക്കിയിട്ടുള്ള ചട്ടി നിങ്ങൾക്ക് പിന്നെ ഗ്യാസിൽ വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കുക, ഇനി താഴെ വന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നമ്മുടെ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗിലേക്ക് എത്തും. നമ്മുടെ നവരരി, നെയ്യ്, വിവിധ തരം ഒരു 10-28-30 തരം ചട്ടികൾ, 2 ടൈപ്പ്, മരച്ചക്കിലാട്ടിയ സാധാ എണ്ണ, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഏത് വേണമെങ്കിലും വാങ്ങിയാൽ മതി കേട്ടോ. ചട്ടി അയക്കുമ്പോൾ ചട്ടിയുടെ കൊറിയർ ചാർജ് നമ്മൾ ആദ്യം ഈടാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചട്ടിക്ക് ഓരോ കനമാണല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ ഇട്ടിട്ട് ആ ബില്ലനുസരിച്ച് നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്കിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ഞാനോ നമ്മുടെ പിള്ളേരോ അറ്റൻഡ് ചെയ്യുകയായിരിക്കും. വിളിയല്ല കേട്ടോ, ഓൺലൈൻ മെസ്സേജ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സാധനം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ, ഒത്തിരി നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം അന്നം.